പതിറ്റാണ്ടുകളായി കേരളം കണ്ടിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇനി രാജ്യത്തിന്റെ വികസന കവാടം. കേരളത്തിന്റെ സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നിർവഹിച്ചു. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് കേരളത്തെ ഗ്ലോബൽ മാരിടൈം ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പുതിയുഗ വികസന മാതൃകയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി കേരളത്തിന് സാമ്പത്തിക സുസ്ഥിരത ഉറപ്പു നൽകും. രാജ്യത്തിന്റെ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളിൽ സുപ്രധാന പുരോഗതിയാണ് വിഴിഞ്ഞം പദ്ധതി. ഭാവിയിൽ ട്രാൻസ്ഷിപ്മെന്റ് ഹബിന്റെ ക്ഷമത 3 ഇരട്ടിയാകും. ഗുജറാത്ത് പോർട്ടിനേക്കാളും വലിയ പോർട്ടാണ് വിഴിഞ്ഞത്ത് അദാനി നിർമ്മിച്ചത്. രാജ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് മേഖലയിൽ 75% വിദേശ രാജ്യങ്ങളിലൂടെയാണ് നടക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിലൂടെ അതിന് മാറ്റമുണ്ടാകും. ട്രാൻസ്ഷിപ്മെന്റ് മേഖലയിലൂടെ വിഴിഞ്ഞം തുറമുഖം രാജ്യ പുരോഗതിക്ക് വലിയ പങ്ക് വഹിക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ആഗോള കപ്പൽ നിർമ്മാണ മേഖലയിലെ ആദ്യ 20 രാജ്യങ്ങളിൽ ഇന്ത്യ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഭാരതത്തിന്റെ തീരമേഖലയിലെ തുറമുഖ നഗരങ്ങൾ വികസിത ഭാരതം 2047ലേക്കുള്ള രാജ്യ പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ചാലക ശക്തിയാകും. പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ രാജ്യത്ത് കോടികളുടെ നിക്ഷേപ പദ്ധതികൾ നടക്കുകയാണ്. തുറമുഖ സമ്പദ് വ്യവസ്ഥയുടെ മുഴുവൻ സാധ്യതകളും രാജ്യം പ്രയോജനപ്പെടുത്തുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാഗർമാല പദ്ധതിയിലൂടെയും PM ഗതിശക്തി പദ്ധതിയിലൂടെയും തുറമുഖങ്ങളുടെ അടിസ്ഥാന സൗകര്യവും റോഡ്, റെയിൽ, എയർപോർട്ട്, തുറമുഖ കണക്ടിവിറ്റിയും സാധ്യമാക്കി. അതേസമയം പൊന്നാനി, പുതിയപ്പ തുറമുഖങ്ങളുടെ നവീകരണവും ഏറ്റെടുത്തിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസും സഹായകമാണ്. ഇന്ത്യ യൂറോപ്പ് കോറിഡോറും കേരളത്തിന് ലാഭമുണ്ടാക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സമുദ്ര വാണിജ്യ മേഖലയുടെ കവാടമായി വിഴിഞ്ഞം മാറിയപ്പോൾ 1940-ൽ CP രാമസ്വാമി അയ്യർ കണ്ണടച്ച് കണ്ടൊരു സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. 90കളിലാണ് തുറമുഖ നിർമ്മാണം സജീവ ചർച്ചയിലെത്തുന്നത്. 2015-ൽ കരാർ ഒപ്പിട്ടു. അതേ വർഷം ഡിസംബറിൽ നിർമ്മാണം തുടങ്ങി. 2019-ൽ പൂർത്തീകരിക്കാനായിരുന്നു ലക്ഷ്യമെങ്കിലും പ്രതിസന്ധികൾ തടസ്സമായി. 2024 ജൂലൈ 11-ന് ആദ്യ ചരക്ക് കപ്പലെത്തി. ട്രയൽ റൺ കാലത്ത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ എത്തിയ അപൂർവം തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം. മദർഷിപ്പുകൾ അടുപ്പിക്കാവുന്ന ഏക മദർ പോർട്ട് വിഴിഞ്ഞത്തെ ഉയർത്തിക്കാട്ടുന്നു. സ്വാഭാവിക ആഴമുള്ള ഏത് കാലാവസ്ഥയിലും കപ്പൽ അടുപ്പിക്കാവുന്ന കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് വിഴിഞ്ഞത്ത് ഡ്രഡ്ജിംഗ് ഇല്ലാതെ 20 മീറ്റർ വരെ ആഴം സദാസമയം നിലനിർത്താനാകും. ഇത്തരം തുറമുഖങ്ങൾ അപൂർവമാണ്. കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് ഡ്രഡ്ജ് ചെയ്യാതെ തന്നെ ലഭിക്കുന്ന ഈ സ്വാഭാവിക ആഴമാണ്. ലോകത്തെ തിരക്കേറിയ 2 കപ്പൽശാലകളുമായുള്ള സാമീപ്യമാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. ആഗോള ചരക്ക് നീക്കത്തിന്റെ 40% വിഴിഞ്ഞത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ്. ആഫ്രിക്ക, യൂറോപ്പ്, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, കൊളംബോ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകുന്നത് വിഴിഞ്ഞത്തിന് സമീപത്തെ കപ്പൽശാലയിലൂടെയാകും. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിലെ സൂപ്പർ താരം പുലിമുട്ട് അഥവാ ബ്രേക്ക് വാട്ടറാണ്. അതിസങ്കീർണമായ വിഴിഞ്ഞത്തെ കൂറ്റൻ തിരമാലകളെ നിയന്ത്രിച്ച് വലിയ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തേക്ക് വഴിയൊരുക്കുന്നു. 100 വർഷമാണ് പ്രതീക്ഷിക്കുന്ന കാലാവധി. 2 മദർഷിപ്പുകൾ ഒരേ സമയം ബർത്ത് ചെയ്യാമെന്നതാണ് വിഴിഞ്ഞത്തെ വ്യത്യസ്തമാക്കുന്നത്. വിഴിഞ്ഞത്ത് ഇപ്പോൾ നടക്കുന്നത് കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് ചരക്ക് മാറ്റുന്ന ട്രാൻസ്ഷിപ്മെന്റ് മാത്രം. കയറ്റുമതിയും ഇറക്കുമതിയും നടക്കണമെങ്കിൽ റോഡ്, റെയിൽ പാതകൾ എന്നിവ സജ്ജമാകണം. റോഡ് നിർമ്മാണം പൂർത്തിയായിട്ടില്ല. റെയിൽ പാത നിർമ്മാണം തുടങ്ങിയിട്ടില്ല. കപ്പലിലെത്തുന്നവർക്ക് കരക്കിറങ്ങാൻ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് സജ്ജമാകേണ്ടതുണ്ട്. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ടങ്ങൾ 2028ഓടുകൂടി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. അതും കൂടി പൂർത്തിയാകുമ്പോൾ ബർത്തിന്റെ നീളം 2000 മീറ്റർ ആകും. അതായത് 5 മദർഷിപ്പുകളെ സ്വീകരിക്കാൻ വിഴിഞ്ഞം തുറമുഖം സജ്ജമാകും. 2034 മുതൽ തുറമുഖ വരുമാനത്തിൽ നിന്നുള്ള വിഹിതം കേരളത്തിന് ലഭിച്ചു തുടങ്ങും. തുറമുഖം കേരളത്തിന് സ്വന്തമാകണമെങ്കിൽ 60 വർഷം കൂടി കാത്തിരിക്കണം. അടുത്ത തലമുറയ്ക്ക് നാം കാത്തിവെക്കുന്ന നിധിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം.